ഹലോ 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 ശ്രീജിത്ത് സാറല്ലേ? അതെല്ലോ. ഒന്നാളൊരു ടൈം മിസ്സിംഗ് കേസിന് ഒന്ന് പിടിച്ചോണ്ട് പോയായിരുന്നു വീട്ടിൽ നിന്ന്. ആരെ? പെരുമ്പഴേന്ന് ഒരാളെ വന്ന് രാത്രി കിടന്നുറങ്ങിയപ്പോ കിടന്ന് വിളിച്ചോണ്ട് വന്നായിരുന്നു, ഒരു പാർവതി എന്ന് പറഞ്ഞ ഒരുത്തിക്ക് വേണ്ടി. പാർവതി ഓർമ്മയില്ലേ? പെരുമ്പഴ കുരിശടി എടുത്ത് 2 പിള്ളേർ മിസ്സിംഗ് കേസിന്. ഓർമ്മയുണ്ടോ? ഇപ്പൊ എന്താ പറ്റിയെന്ന് അന്ന് സാറിനടുത്ത് എല്ലായിടത്തും ഞാൻ പറഞ്ഞില്ലേ, എന്റെ പപ്പാക്ക് വയ്യാത്തേന്ന് ആന്നോ? ഈ കേട്ട സൗണ്ട് കൊല്ലം കുണ്ടറയിൽ ഒരു നിരപരാധിയായ ഒരു ചെറുപ്പക്കാരനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പാതിരാത്രിയിൽ ഉറക്കത്തിൽ കിടന്ന ഒരു മനുഷ്യനെ വിളിച്ചുണർത്തി കൊണ്ടുപോയി പോലീസ് ജീപ്പിനകത്തിട്ട് ഒരുപാട് മർദ്ദിച്ച് അവശനാക്കി. ആ മനുഷ്യൻ്റെ മകളുടെ സൗണ്ടാണ് ഈ കേൾക്കണം. പോലീസിൻ്റെ മർദ്ദനത്തിൽ മനുഷ്യൻ മരണപ്പെട്ടു. സിയാദ് എന്നാണ് പേര്. മരണപ്പെട്ടു. ആ സിയാദിൻ്റെ മകളുടെ സൗണ്ടാണ് ഈ കേൾക്കണത്. കണ്ണീരോടുകൂടി, നെഞ്ചു പൊട്ടുന്ന വേദനയോടുകൂടി ആ കുട്ടി വിളിക്കുന്നുണ്ട്. അതിനെ പോലീസ് ഉദ്യോഗസ്ഥൻ മർദ്ദിച്ചു. ഇയാൾ മരണപ്പെട്ടു. അന്ന് സാറ് അവിടെ ഇട്ട് ഇടിച്ചെന്ന് അന്ന് അവിടെ വെച്ച് പപ്പ പറഞ്ഞായിരുന്നു. സാറാ ഇടിച്ചെന്നും പറഞ്ഞ്. ഇപ്പൊ എന്റെ പപ്പ പോയി. ഞാൻ എന്റെ കാര്യം പറയുന്നേ, തെളിവുണ്ട് സാറേ. അങ്ങനെ ആശുപത്രി പോയപ്പോ ഇത് ആരെ ഇടിച്ചെന്ന് വെച്ച് നട്ടല് മൊത്തം പഠിച്ചപ്പോ സീരിയസ് ആയിട്ട് കിടന്നു. ഇപ്പൊ പോയി. കഷ്ടം. ഒരു പീക്കറി പെണ്ണിൻ്റെ പരാതിയുടെ പേരിൽ ഒരു ചെറുപ്പക്കാരനെ, വീട്ടിൽ നിന്ന് ഉറങ്ങിക്കിടന്ന മനുഷ്യനെ പിടിച്ചിറക്കിക്കൊണ്ട് പോയിട്ട് ജീപ്പിനകത്തിട്ട് തന്നെ മർദ്ദിച്ചു. എന്നിട്ട് ലോക്കപ്പിലും കൊണ്ടിട്ട് മർദ്ദിച്ചു. സുഖമില്ലാത്ത ഒരാളായിരുന്നു സിയാദ് എന്ന് പറയുന്ന ആൾ. ആ സുഖമില്ലാത്ത ആളിനെയാണ് ഇതേ കണക്ക് ഇടിച്ച് ചതച്ച് പഞ്ചറാക്കിയത്. 2 പെൺകുട്ടികളാണ് സിയാദിന്. അന്ന് സാറിന്റെ അടുത്ത് 100 വട്ടം ഞാൻ പറഞ്ഞതാ വയ്യാത്ത ആളാ. പോയി. ഞങ്ങൾക്കാണ് ഇപ്പൊ ഇല്ലാതെ വന്നത്. സാറിനിപ്പോ ഓർമ്മ കാണത്തില്ല. അവക്ക് അന്ന് ഞാൻ പറഞ്ഞ രാത്രി ഞാൻ ഗുളിക കഴിച്ചിട്ട് കിടക്കും. അപ്പോൾ ഇതൊരു കള്ളപ്പരാതിയുടെ പേരിലാണ് ഈ പാവം ചെറുപ്പക്കാരനെ പിടിച്ചോണ്ട് പോയത്. സിയാദിൻ്റെ കൂട്ടുകാരനാണ് വിഷ്ണുവിൻ്റെ മകൾ പാർവതിയാണ് ഈ കേസ് കൊടുക്കുന്നത്. ഈ ഇടയ്ക്ക് വെച്ച് വിഷ്ണുവിൻ്റെ മകൻ മിസ്സിംഗ് ആയി. ഈ സിയാദാണ് വിഷ്ണുവിൻ്റെ കൂട്ടുകാരൻ. അതായത് ഈ കുട്ടിയുടെ അച്ഛൻ്റെ കൂട്ടുകാരനായ സിയാദാണ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിഷ്ണുവിൻ്റെ മകൾ പാർവതി കേസ് കൊടുക്കുന്നു. പീക്കറി പെണ്ണ് കൊടുത്ത പരാതിയുടെ മേൽ ഈ പാവപ്പെട്ട ചെറുപ്പക്കാരനെ വീട്ടിനകത്ത് കയറി പിടിച്ച് വലിച്ചിറക്കി കൊണ്ടുപോയി ജീപ്പിനകത്തിട്ട് തന്നെ മർദ്ദിക്കുന്നു. സുഖമില്ലാത്ത ആളായിരുന്നു. ആ ഓരോ ഇടിയിലും ആ മനുഷ്യൻ വിളിക്കുന്നത് എൻ്റെ ഉമ്മോ എന്നാണ് വിളിക്കണത്. മൊത്തത്തിൽ ഇടിച്ച് പഞ്ചറാക്കി. അവസാനം പഴുപ്പ് വരെ ശരീരം മൊത്തത്തിൽ പഴുപ്പായിപ്പോയി. അങ്ങനെ ആ സിയാദ് മരണത്തിന് കീഴടങ്ങി. മെഡിക്കൽ കോളേജിൽ വേറെ ഏതോ ഹോസ്പിറ്റലിലായിരുന്നു. പിന്നെ അതിനുശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാക്കി ഒരാഴ്ച കിടന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം മരണപ്പെട്ടു. അതും ഒരു കള്ളക്കേസിൻ്റെ പേരിലാണ്. ആ പെൺകുട്ടി പറഞ്ഞത് എൻ്റെ സഹോദരനെ തട്ടിക്കൊണ്ടുപോയത് എൻ്റെ വാപ്പാരെ കൂട്ടുകാരനായ സിയാദാണ് എന്ന്. ആ പെൺകുട്ടി പറയാനും ഒരു കാരണമുണ്ട്. ആ പെൺകുട്ടിക്ക് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. ആ റിലേഷനിൽ ഈ സിയാദ് വിലക്കി. കൂട്ടുകാരൻ്റെ മകളായതുകൊണ്ടും അത്രയ്ക്കുള്ള പ്രായമായ പെൺകുട്ടി ആയതുകൊണ്ടും പറഞ്ഞു, മോളെ ഇത് ശരിയല്ല, മോൾ ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ മാറ്റ്, എന്നിട്ട് പഠിക്കുക എന്ന് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിൽ പെണ്ണിന് വൈരാഗ്യമായി. അപ്പോൾ ഈ സഹോദരൻ തലേ ദിവസവും കണ്ട് അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്തത്. മാറി നിന്നതിൻ്റെ പേരിൽ അത് ഈ പെണ്ണ് ഈ സിയാദിൻ്റെ മണ്ടയിലോട്ട് വളച്ച് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ഈ പെൺകുട്ടിയെ ഉപദേശിച്ചതിൻ്റെ പേരിൽ എങ്കിന്നാ സിയാദിൻ്റെ മണ്ടയിലിരിക്കട്ടെ
പോലീസിനെ കൊണ്ട് മർദ്ദിക്കണം. അത് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പറഞ്ഞ് ചെയ്യിച്ചതാണ് എന്നാണ് പറയണത്. സിയാദിനെ പിടിച്ചോണ്ട് പോയിട്ട് എടുത്തിട്ട് ഉപദ്രവിക്കണം, ഇടിക്കണം എന്നൊക്കെ പറഞ്ഞതായിട്ടും ന്യൂസ് കേൾക്കുന്നുണ്ട്. ആ പരാതിക്കാരി പെൺകുട്ടി പറയുന്ന വാക്കുകൾ കേട്ടോളണം. അവളിപ്പം വന്ന് സത്യം പറയുന്നുണ്ട്. വീട്ടിൽ നിന്ന് പിടിച്ചിറക്കിക്കൊണ്ട് പോകുന്ന അവിടെ മുതൽ സ്റ്റേഷൻ വരെ ഉപദ്രവിച്ചു. ആ വണ്ടിക്കകത്തിട്ട് ഉപദ്രവിച്ചു, വീട്ടിൽ വെച്ചും ഉപദ്രവിച്ചു, വലിച്ചിറക്കി. എന്നോട് ചോദിച്ചു കൊച്ചിനെ ഇത് കണ്ടിട്ടുണ്ടോ. അപ്പം സിയാദ് പറഞ്ഞു ഇല്ല, ഞാൻ ഇങ്ങനെ കൊച്ചിനെ തപ്പി നടന്നെയാന്ന് പറഞ്ഞു. ഇത്രയും നാൾ എന്തോ കാര്യം പറയുമ്പോ അടിച്ച് വണ്ടിക്കകത്തിട്ട് അടിച്ചപ്പോൾ സിയാദ് പറഞ്ഞു അടി സാറ് ശ്രീജി സാറ് അനിയന്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്. അവൻ എവിടെ, കൊച്ചെവിടെ എന്നൊക്കെ ചോദിച്ചോണ്ടാ അടിക്കുന്നത്. ഞാൻ വണ്ടിയിലുണ്ടായിരുന്നേ. പോലീസ് ഉപദ്രവിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, തൊഴുതിട്ടേ ഉള്ളൂ, വെറുതെ പിടിച്ചോണ്ട് പോയതാണ്, ചോദ്യം ചെയ്തതേ ഉള്ളൂ എന്നാണ്. ഒരു ശകലം പോലും തൊട്ടിട്ടില്ല എന്നാണ് പറയണത്. പിന്നെ ആ മനുഷ്യൻ എന്തുകൊണ്ട് മരിച്ചു? പോലീസ് ഉപദ്രവിക്കാതെ എങ്ങനെ മരിച്ചു? ദാണ്ട ആ പരാതി കൊടുത്ത പെങ്കൊച്ച്, കള്ളപ്പരാതി കൊടുത്ത ആ പെങ്കൊച്ചാണ് വന്ന് പറയുന്നത്. ഇപ്പം ഉപദ്രവിച്ചു. ഈ പെൺകുട്ടി ആ ജീപ്പിനകത്തുണ്ടായിരുന്നു. സാധാരണ ഒരു വനിതാ പോലീസെങ്കിലും കാണും ഒരു പെൺകുട്ടിയെ പാതിരാത്രിയിൽ ഇതിനെയും കൂടെയാണ് ആ ജീപ്പിനകത്ത് വെച്ചുകൊണ്ട് വന്ന വീട് കാണിച്ചു കൊടുക്കാനായിട്ട്. ഈ പെൺകുട്ടിയെ വിളിച്ചു കൊണ്ടുവന്ന് ജീപ്പിനകത്ത് ഇത് പറയുന്നുണ്ട്. ശ്രീജിത്ത് സാറിൻ്റെ അടുത്താണ് ഞാൻ ഇരുന്നത്, ഫ്രണ്ടിലാണ് സിയാദ് ഇരുന്നത്, ബേക്കിലിരുന്നും കൊണ്ട് സിയാദിനെ ആഞ്ഞിടിച്ചു എന്ന് ഈ പെൺകുട്ടി പറയുന്നുണ്ട്. അപ്പം എവൾ ഈ കള്ളപ്പരാതി കൊടുത്തിട്ടല്ലേ ആ പാവ മനുഷ്യനെ ഇതേ കണക്ക് ഇടിച്ച് ചതച്ചത്. പ്രായമായ ഉമ്മായും വാപ്പായും ഉണ്ട്, അതുപോലെ ഭാര്യയുണ്ട്, 2 പെൺകുട്ടികളാണ്. അതിനെ പഠിപ്പിക്കാനായിട്ട് അതിന് ഭയങ്കര പ്രതീക്ഷയായിരുന്നു ആ മോക്ക് പഠിക്കാനായിട്ട്. ആ മോളാണ് നേരത്തെ കരഞ്ഞു വിളിച്ച് പറഞ്ഞത് ഇനി പപ്പ ഇല്ലാത്തത് കൊണ്ട് ഇനി പഠിക്കുന്നില്ല എന്നാണ് പറയണത്. ഇതിനൊരു നീതി കിട്ടിയില്ലെങ്കിൽ അവർ ആ 3 പേരും മരിക്കുമെന്നാണ് പറയണത്. അത്ര സങ്കടത്തോടു കൂടി ആ കുടുംബം വന്നെന്ന് പറയുന്നുണ്ട്. ഇനി അവർക്ക് ജീവിക്കാൻ നിവർത്തിയില്ല. ഇയാൾ ബസ് ഡ്രൈവറോ അങ്ങനെയും കണ്ടായിരുന്നു. ആ വരുമാനത്തിലാണ് അവർ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത്, ആ 2 കുട്ടികളെയും പഠിപ്പിച്ചുകൊണ്ടിരുന്ന. ഇനി അവരെ കൊണ്ട് ഒരു നിവർത്തിയില്ല. അവർക്ക് മുന്നിൽ ഇനി മരണം മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ അവർക്കത് ഇനി നീതി കിട്ടണമെന്നാണ് പറയണത്. വീട് അറിയത്തില്ലായിരുന്നു. കൊച്ചെ, നീ എന്തിന് കള്ളപ്പരാതി പറഞ്ഞ്? നിനക്ക് ഇതിന് വേറെ പ്രണയം ഉണ്ടായിരുന്ന സിയാദ് പറഞ്ഞു മോളെ ഇത് ശരിയല്ല, ഇതിങ്ങനെ പ്രണയിക്കണം ശരിയല്ല, നീ പഠിക്ക് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അതിൻ്റെ വൈരാഗ്യം, ഒരു കുറ്റം കണ്ടപ്പോൾ അതിനെ ചോദ്യം ചെയ്തതിൻ്റെ പേരിലാണ് ആ പാവപ്പെട്ട മനുഷ്യൻ്റെ പേരിൽ കേസ് കൊടുത്തത്. യഥാർത്ഥത്തിൽ സഹോദരൻ മിസ്സിങ് ആയത് ആ ഒരു ദിവസം ഈ ചെറുക്കൻ എങ്ങോട്ടോ മാറി നിന്നു. പിറ്റെന്ന് കാണാൻ വന്നിട്ട് പറയുന്നു ഈ പയ്യനെ കണ്ടു കിട്ടി. അപ്പോഴേ ഈ സിയാദിനെ വിട്ടയക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ സിയാദല്ല മാറ്റി നിർത്തിയിരുന്നത്. എന്നിട്ട് ആ പയ്യൻ വന്നിന്ന് പറയുന്നുണ്ട് ഞാൻ വീട്ടിൽ പ്രശ്നങ്ങളുള്ളതിൻ്റെ പേരിൽ മാറി നിന്നതാണ് എന്ന്. അപ്പോൾ ഈ സഹോദരിയുടെ പ്രശ്നം ഇങ്ങനെ നടക്കണമായിരിക്കും. ഈ പ്രണയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നടന്നു. അത് സിയാദ് ചോദിച്ചു, സ്വന്തം തന്തേരെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ചോദിച്ചായിരിക്കും, അച്ഛൻ്റെ കൂട്ടുകാരനായതുകൊണ്ട്. അപ്പോൾ അത് ഈ പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ പേരിൽ പോലീസിനെ കൂട്ടുപിടിച്ചിട്ട് പോലീസിൻ്റെ പക്ഷം ചേർന്ന് നിന്നുകൊണ്ട് ചെയ്യിച്ചാണ്. അല്ലെങ്കിൽ പോലീസന്മാർക്ക് ഒത്തിരിയെങ്കിലും ബുദ്ധി പ്രയോഗിച്ചൂടെ? ഒരു ചെറിയൊരു പെണ്ണ് വന്നിന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതിങ്ങനെ ചെയ്തുകൂടാ? ഇത് നമുക്കതിൻ്റെ സത്യാവസ്ഥ തിരക്കിയതിന് ശേഷം ചെയ്യാമെന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരും കൂടെ വിചാരിക്കണ്ടേ? ജനങ്ങളെ സംരക്ഷിക്കുന്ന പോലീസാണ് ഈ ഇങ്ങനെയുള്ള പാവപ്പെട്ട മനുഷ്യരെ ഇടിച്ച് ചതയ്ക്കണം. വേറെയുള്ള എന്തെല്ലാം കുറ്റങ്ങൾ കിടക്കണം. അങ്ങനെയുള്ള കുറ്റങ്ങൾക്ക് എത്രയോ പെൺകുട്ടികൾക്ക് എന്തെല്ലാം സംഭവിക്കുന്നുണ്ട്. അതിനെയൊക്കെ തട്ടിക്കൊണ്ടുപോയി എന്തെല്ലാം വേലകൾ ഈ ആണുങ്ങൾ ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ളവന്മാർ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ ഈ പോലീസ് ഉദ്യോഗസ്ഥരൊന്ന് ഇടപെട്ടിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് അവന്മാർക്ക് അതിൻ്റേതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനും ഒക്കെ ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു. ഇത് വെറും പാവപ്പെട്ട ഒരു മനുഷ്യൻ വീട്ടിനകത്ത് കിടന്ന് ഉറങ്ങി, നല്ല ഉറക്കത്തിൽ 12:30-1 മണി സമയത്ത് അങ്ങോട്ട് കിടന്നുറങ്ങിയ ഒരു മനുഷ്യനാണ്, സുഖമില്ലാത്ത ഒരാൾ. ആ ആളിനെ പിടിച്ചിറക്കിക്കൊണ്ട് പോയിട്ട് വീട് തൊട്ട് ആ ഭാര്യയെയും മക്കളെ മുന്നിലിട്ട് വരെ ഉപദ്രവിച്ച് വലിച്ചഴിച്ച് കൊണ്ടുപോയി വണ്ടിയിൽ കയറ്റി ആ ജീപ്പിനകത്ത് വെച്ച് തന്നെ ആ പരാതിക്കാരി പെൺകുട്ടിയും കൂടെ കൊണ്ടുവന്നിട്ട് ആ പെൺകുട്ടിയുടെ മുന്നിലിട്ട് തന്നെ ഇട്ട് ഉപദ്രവിച്ചത് ആ പെൺകുട്ടി ഇപ്പം വന്ന് പറയുന്നുണ്ട്, എൻ്റെ മുന്നിലിട്ടാണ് ഉപദ്രവിക്കണത്. ബേക്കിലിരുന്നും കൊണ്ട് ശ്രീജിത്ത് സാറ് ഇടിച്ചെന്ന്.
സിയാദിനെ അങ്ങറ്റം വരെ ഇടിച്ചെന്ന് പറയുന്നുണ്ട്. എൻ്റെ ശരീരം പിന്നെ അതിനൊരു ഉപയോഗം ഇല്ലാതായി. സുഖമില്ലാത്ത പണ്ടാങ്ങാണ്ട എന്തോ പണ്ടേ സുഖമില്ലാത്ത ഒരാളായിരുന്നു. അതിനെ ഉപദ്രവിച്ച് ഇതേ കണക്കും കൂടെ ആക്കിയപ്പോൾ കൊള്ളാം, നല്ലതാണ്. സിയാദിൻ്റെ സുഹൃത്തായ വിഷ്ണുവിൻ്റെ മകൾ പാർവതിയുടെ പ്രണയബന്ധത്തെ സിയാദ് ചോദ്യം ചെയ്തു. അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നും ഉപദേശിക്കുകയും ചെയ്തിരുന്നു. ഇതാണ് കാരണം. അതിനാണ് ഈ പെണ്ണ് കൊണ്ടുവന്ന് ഇയാളുടെ പേരിൽ പരാതി കൊടുത്തത്. അതിന് പോലീസിനെ കൂടെ കൂട്ടുപിടിച്ചും കൊണ്ടാണ് ഈ വേലകൾ അത്രയും ചെയ്തത്. ആ പോലീസിനെ കൂട്ടുപിടിച്ചിട്ട് ഈ പെണ്ണ് പറഞ്ഞതിൻ്റെ പേരിലാണ് ഇതിങ്ങനെ ചെയ്തത്. ഇനി അവർക്ക് പഠിക്കണ്ട, ഒന്നുകിൽ ഇനി എന്തോ ചെയ്യണം, അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള ഇത് കണ്ടെത്തണം. വിദ്യാഭ്യാസത്തിനായിരുന്നാലും അവരെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം. സിയാദിൻ്റെ ഭാര്യയും മക്കളും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർ ചെയ്ത തെറ്റാ, അവരെൻ്റെ ഇക്ക ഇല്ലാതാക്കിയത്, അത് അവർക്കും അറിയാം. അതുകൊണ്ടാണ് ആദ്യം ഇടിച്ചില്ലെന്ന് പറഞ്ഞു. ഇപ്പം ഇടിച്ചെന്ന് വന്നപ്പോഴാണ് അടുത്തതായി മഞ്ഞപ്പിത്തമായി. മഞ്ഞപ്പിത്തം പണ്ടുണ്ടായിരുന്നു, അതിന് മുമ്പ് ഉണ്ടായിരുന്നു, ഇനി ഇപ്പോഴും ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇത് ഇടിച്ചെന്നുള്ളത് സത്യം തന്നെ. ഇപ്പം പോലീസ് പറയുന്നത് ഒരേ കാരണങ്ങൾ കണ്ടെത്തിയതിനു. പണ്ട് രാമുവിൻ്റെ കാലത്ത് മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നു. ആ മഞ്ഞപ്പിത്തം വന്നാണ് ഇപ്പോൾ മരിച്ചത്. പോലീസ് തൊട്ടിട്ട് പോലുമില്ല, പൂജിച്ചാണ് കൊണ്ടുപോയിട്ട് പിറ്റേന്ന് വിട്ടത്. ഈ പയ്യൻ തിരിച്ചു വന്നു എന്നറിഞ്ഞപ്പോൾ വിട്ടു പോലീസ്. ഇടിച്ചിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടുമില്ല. പൂവിട്ട് ഇങ്ങനെ പൂജിച്ച് കൊണ്ടുപോയി. വീട്ടിൻ്റെ അവിടെ നിന്ന് വണ്ടിയിൽ കയറ്റിയിട്ടും പൂജിച്ചു, സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടും പൂജിച്ചിട്ട് വിട്ടു. ആ പയ്യൻ വന്ന് ഞാൻ എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ കൊണ്ടാണ് മാറി നിന്നത് എന്ന് പറഞ്ഞു. സിയാദ് കുറ്റക്കാരനല്ല എന്ന് ആ പയ്യൻ വന്ന് പറഞ്ഞതിൻ്റെ പേരിൽ വിട്ടു. അതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഇത് തീർച്ചയായിട്ടും ശ്രീജിത്ത് ഇടിച്ചതിൽ തുടർന്ന് അന്ന് തൊട്ട് എൻ്റെ ഇക്കാക്ക് വയ്യായിരുന്നു, ആശുപത്രി വരുന്നില്ല. പിന്നെ ഇത് എനിക്ക് കേസ് കൊടുത്തു കഴിഞ്ഞ് ഇവന്മാർ എന്നെ പണിയും, ഞാൻ വണ്ടിയിൽ ഓടുന്നതാ എന്നാ എന്നോട് പറഞ്ഞത്. ഇതാണ് സംഭവം. പരാതി കൊടുക്കാൻ സമ്മതിച്ചില്ല. പരാതി കൊടുക്കാൻ അന്ന് സമ്മതിച്ചില്ല. ഇത്രയും കൊണ്ടുപോയി ഉപദ്രവിച്ചിട്ടും സിയാദ് പറഞ്ഞത് പരാതി കൊടുക്കണ്ട, ഞാൻ വണ്ടി ഓടാൻ പോകുന്നതാണ്, അവരതിന് പ്രതികാരം ചെയ്യും, അതുകൊണ്ട് കൊടുക്കണ്ട എന്നാണ് പറഞ്ഞത്. പിന്നെ ശരീരത്തിന് സുഖമില്ലാതെ അസ്വസ്ഥത തോന്നിയതിൻ്റെ പേരിലാണ് പിന്നീട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മരണപ്പെടുന്നത്. ഞാൻ വണ്ടിയിൽ ഓടുന്ന അവന്മാർ വെള്ളം കുരുക്കി അറിയത്തില്ല, പോലീസുകാരെ സ്വഭാവം നിനക്ക് അറിഞ്ഞൂടെ എന്നാ കാര്യം എന്ന് വെച്ചാൽ ഓരോന്നും കുണ്ടർ സ്റ്റേഷനിൽ നടന്നുകൊണ്ടിരിക്കുക, ഇന്നും നടക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും ജീവിതങ്ങൾ തകർത്തുകൊണ്ടിരിക്കുക. നീതിക്ക് വേണ്ടി പോരാണ്ടാണ് പോലീസാണ്. എല്ലാവരുടെയും വീട് നശിപ്പിക്കുക, കുടുംബം നശിപ്പിക്കുക. നീതിക്ക് വേണ്ടി പോരാടാനുള്ള പോലീസന്മാരാണ് പാവം നിരപരാധികളെ ഇടിച്ച് ഇതേ കണക്കാ പഞ്ചറാക്കണത്. കുറ്റവാളികളെ സംരക്ഷിക്കും പോലീസ്, എല്ലാ പോലീസും ഇല്ല, കുറച്ചു പേരങ്ങനെ കുറ്റവാളികളെ സംരക്ഷിക്കുന്നവരുണ്ട്. പാവങ്ങൾ എവിടെ ഉണ്ടോ അവരെ തലമണ്ടയിലോട്ട് കയറും. എത്ര പേരുടെ കുടുംബം ഇപ്പം നശിച്ചെന്നറിയാം. എൻ്റെ ഒരു ഇക്ക പോയപ്പോഴത്തേക്ക് ഒരു വാപ്പായ്ക്കും ഉമ്മായിക്കും ഇല്ലാതായി, ഞങ്ങൾക്കും ഇല്ലാതായി. ഞങ്ങൾ ഈ മരണത്തിനായാലും ഒരുമിച്ച് കാണുമെന്ന് എൻ്റെ ഇക്ക പറഞ്ഞതാ. ഞങ്ങൾ 4 പേരും മരിക്കും, ഒരുമിച്ച് കാണികൂടി എന്ന് എന്നോട് 100 വട്ടം പറഞ്ഞതാ. എന്നിട്ട് എൻ്റെ ഇക്ക ഇപ്പോൾ പോയപ്പോഴും ഞങ്ങൾ അതിനായിട്ട് തുനിഞ്ഞതാ. അന്നേരം ഞാൻ ആലോചിച്ച് എൻ്റെ ഇക്കാക്ക് നീതി മേടിച്ചു കൊടുക്കണം. എൻ്റെ ഇക്ക മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞതാ, നീതി മേടിച്ചേടി, എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ വെറുതെ വിടല്ലേടി എന്ന് എന്നോട് പറഞ്ഞതാ. അതിൻ്റെ പേരിലാണ് ഞങ്ങൾ ജീവനോടിരിക്കുന്നത്. പക്ഷേ ഇതിനെൻ്റെ ഇക്കാക്ക് നീതി കിട്ടിയില്ലെങ്കിൽ ഞാനും എൻ്റെ മക്കളും എൻ്റെ ഇക്ക പോയടത്തോട്ട് തന്നെ പോയിട്ട് ആ ശവം കൂടി എല്ലാവരെ കൊണ്ട് ഞാൻ മീഡിയക്കാരെ കൊണ്ടായിരുന്നു എല്ലാവരെ കൊണ്ട് വാർത്ത വരിയിപ്പിക്കും ഞാൻ. അന്നേരമെങ്കിലും എൻ്റെ ഇക്ക ചെയ്ത് എൻ്റെ പാവക്കായെ കൊന്ന് തിന്നില്ലയോ, അതേപോലെ ഇനി ഞങ്ങളെയും കൂടെ തിന്നിട്ട് അവരെ വാപ്പായും അമ്മയും വേണമെങ്കിൽ അവരെയും കൂടെ തിന്നിട്ട് അവർക്കെല്ലാം കൊണ്ടും അടയിട്ട്. അത്രേ എനിക്ക് പറയാനുള്ളത്. ആ കുടുംബത്തിന് നീതി വേണം എന്നാണ് പറയണത്. ഇല്ലെങ്കിൽ അവർ ഒരുമിച്ച് മരിക്കും. സിയാദ് പറഞ്ഞതും അങ്ങനെയാണ്. സുഖമില്ലാതായി ഹോസ്പിറ്റലായ സമയത്ത് പറഞ്ഞായിരിക്കും, പോലീസിൻ്റെ കൈ കൊണ്ട് ഇത്രയൊക്കെ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയതല്ലേ, അതിനുശേഷം മരിക്കണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് മരിക്കാം എന്നുള്ളത് പറഞ്ഞു വന്നു 4 പേർക്കും കൂടി. ഇത് അവർക്ക് നീതി കിട്ടുമെന്ന് വല്ല ഉറപ്പുണ്ടോ?
ഇതിപ്പോൾ ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട്. ഇനി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ, അന്വേഷിച്ച് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവരട്ടെ. അവർക്ക് നീതി കിട്ടുകയും വേണം. ആ മക്കൾക്ക്, അവർ പാവപ്പെട്ട കുടുംബമാണ്, അവർക്ക് ഇനി അവരന്നത്തിന് പോലും ഒരു നിവൃത്തിയില്ലാതെ കിടക്കുന്ന ഒരിതാണ്. വിദ്യാഭ്യാസമായിരുന്നാലും ഏറ്റെടുത്ത് അവരെ വിദ്യാഭ്യാസവും അവരാഹാരത്തിനുള്ള വകയായിരുന്നാലും വീടൊന്നും ഉണ്ടോ ഇല്ലയെന്ന് പോലും അറിയാൻ വയ്യ. പാവം, ഒരു വല്ലാത്തൊരു കഷ്ടതയായിപ്പോയി. ഒരു കേസിൻ്റെ പേരിൽ ആ ഒരു കുടുംബം തകർത്തു. ഒരു പാവം മനുഷ്യൻ്റെ ജീവനാണ് അവിടെ എടുത്തത്, ജീവനില്ലാതെയായി.